നമ്മുടെ നാട്ടിലൊരു മ്യൂസിയം പോലെയല്ല പല വിദേശ രാജ്യങ്ങളിലെ മ്യൂസിയങ്ങൾ. ഒന്നാമത് തന്നെ നമ്മുടെ നാട്ടിൽ നിന്ന് പോലും ബ്രിട്ടീഷ് ഭരണകാലത്ത് അവർ അപഹരിച്ച വിലപിടിപ്പുള്ള പല വസ്തുക്കളുമായിരിക്കും ബ്രിട്ടനിലെയും മറ്റു മ്യൂസിയങ്ങളിൽ പ്രദർശിപ്പിച്ചിട്ടുള്ളത്. നമ്മുടെ നാട്ടിൽ ഈ മ്യൂസിയത്തിലും ഇപ്പോൾ തിരുവനന്തപുരത്തൊക്കെ ആണെങ്കിൽ കൊട്ടാരങ്ങളിലും ഒക്കെ പ്രദർശിപ്പിച്ചിട്ടുള്ളത് കുറച്ചുകൂടി ആർക്കിയോളജിക്കൽ വാല്യൂ ഉള്ള വസ്തുക്കളായിരിക്കും. എന്നാൽ മറ്റ് രാജ്യങ്ങളിൽ പ്രദർശിപ്പിച്ചിട്ടുള്ള വസ്തുക്കളുടെ മൂല്യം അതിൻ്റെ ഇരട്ടിയാണ്. അതിന് ഈ പറഞ്ഞ ആർക്കിയോളജിക്കൽ വാല്യൂ ഉണ്ട്, പിന്നെ പലതും അപൂർവ രത്നങ്ങളും സ്വർണ്ണവും ഒക്കെ ആയിരിക്കും. അതുകൊണ്ട് തന്നെ അതിനനുസരിച്ചുള്ള സുരക്ഷാ സംവിധാനങ്ങളും അവിടെ ഉണ്ടാവും. ഇവിടെ ഈ പ്രദർശന വസ്തുക്കളുടെ താഴെയുള്ള ഇതിൽ തുടരുത് എന്ന ബോർഡൊന്നും ആവില്ല. അവിടെ തൊട്ടാൽ തന്നെ സൈറം മുഴങ്ങുന്ന സംവിധാനമൊക്കെ ആയിരിക്കും. പറഞ്ഞു വന്നത്, അത്രയധികം സുരക്ഷാ സംവിധാനങ്ങളെ ഭേദിച്ച് പാരീസിലെ ലൂവർ മ്യൂസിയത്തിൽ നിന്ന് നെപ്പോളിയൻ മൂന്നാമൻ്റെ ഭാര്യ ധരിച്ചിരുന്ന കിരീടങ്ങൾ, എമറാൾഡ് നെക്ലേസുകൾ, കമ്മലുകൾ, ബ്രൂച്ചുകൾ കവർന്നിരിക്കുകയാണ്. വളരെ എളുപ്പത്തിലും ചുരുങ്ങിയ സമയം കൊണ്ടുമാണ് ഈ കവർച്ച അവർ നടത്തിയിട്ടുള്ളത്. അതായത് ലോകത്തെ ഏറ്റവും കൂടുതൽ സന്ദർശകരെത്തുന്ന മ്യൂസിയത്തിൽ നിന്ന് വെറും 10 മിനിറ്റ് കൊണ്ട് 4 ആളുകൾ ചേർന്ന് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള അമൂല്യ വസ്തുക്കൾ അനായാസം കവർന്നു വന്നു. നമ്മൾ ഈ മണി ഹേസ്റ്റ് സീരീസ് ഒക്കെ കണ്ടിട്ടില്ലേ, അതിനെ വെല്ലുന്ന പ്ലാനിങ്. ഹോളിവുഡ് സിനിമ പോലെ ഒരു മോഷണം, അതും ഇത്രയധികം ആളുകളുടെ കണ്ണ് വെട്ടിച്ച് എല്ലാത്തിലും മുന്നിലെന്ന് സ്വയം അവകാശപ്പെടുന്ന പാരീസ് പോലൊരു സ്ഥലത്തെ സുരക്ഷാ സംവിധാനങ്ങളെയൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് രാവിലെ 9:30 മ്യൂസിയം തുറക്കുന്നത്. അത് കഴിഞ്ഞ് അരമണിക്കൂറിനുള്ളിൽ ഈ കവർച്ച നടന്നു. അവിടെ എന്തൊക്കെയോ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതുകൊണ്ട് നിർമ്മാണ തൊഴിലാളികൾ ധരിക്കുന്ന തരത്തിലുള്ള മഞ്ഞ ജാക്കറ്റൊക്കെ ഇട്ടാണ് കവർച്ച സംഘം മ്യൂസിയത്തിനകത്ത് പ്രവേശിച്ചത്. സെൻ നദിക്കരയിൽ നിന്ന് നേരെ മ്യൂസിയത്തിന്റെ 2ാം നിലയിലേക്കുള്ള ബാൽക്കണിയിലേക്കാണ് ഇവർ കയറിയത്. ഗ്രൂപ്പിലെ 2 പേര് ഇലക്ട്രിക് ലാഡർ ഉപയോഗിച്ച് അകത്ത് കയറിയപ്പോൾ ബാക്കി 2 പേര് പുറത്ത് സ്കൂട്ടറിൽ ഇവരെ കാത്തിരിക്കുകയായിരുന്നു. ഇവർ കട്ടർ ഉപയോഗിച്ച് ജനൽ മുറിച്ച് അകത്ത് കയറി. എന്നിട്ട് വലിയ തത്രപ്പാടൊന്നും ഇല്ലാതെ സാവധാനം ഈ രത്നങ്ങൾ സൂക്ഷിച്ചിരുന്ന ബോക്സ് തകർത്ത് രത്നങ്ങൾ കവർന്നു. സാധാരണ വലിയ കവർച്ചകൾ നടക്കുന്ന പോലെ ശ്രദ്ധ തിരിക്കാനുള്ള ഭീഷണികളൊന്നുമില്ല. വളരെ പ്രൊഫഷണൽ ആയിട്ടൊരു കവർച്ച. 9 വസ്തുക്കളാണ് ഇവർ മോഷ്ടിക്കാൻ ശ്രമിച്ചത്. കവർച്ച കഴിഞ്ഞ് പോകുന്ന വഴിക്ക് ഒരെണ്ണം താഴെ പോയി. 8 വസ്തുക്കളാണ് ഇവർ കൊണ്ടുപോയത്. മോഷണം നടന്ന സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ സെക്യൂരിറ്റി അലാറം ഒക്കെ മുഴങ്ങിയത്. സെക്യൂരിറ്റി അലാറം മുഴങ്ങിക്കഴിഞ്ഞാൽ ആദ്യം സന്ദർശകരെ സുരക്ഷിതരാക്കിയ ശേഷം പോലീസിനെ വിവരം അറിയിക്കണം എന്നാണ് മ്യൂസിയം അധികൃതരുടെ പ്രോട്ടോകോൾ. മുഴുവൻ കവർച്ചയ്ക്ക് 10 മിനിറ്റ് പോലും വേണ്ടാത്തവർക്ക് രക്ഷപ്പെടാൻ പോലീസ് എത്തുന്ന സമയമൊക്കെ ധാരാളം. ഒരുപാട് ചരിത്രപ്രസിദ്ധമായ ശേഖരണങ്ങളുള്ള മ്യൂസിയമുണ്ട്. പുരാതന ഗ്രീസ്, ഈജിപ്റ്റ്, മെസപ്പൊട്ടോമിയ എന്നിവിടങ്ങളിൽ നിന്നുള്ള ശില്പങ്ങൾ, യൂറോപ്യൻ കലാകാരന്മാരുടെ പെയിൻറ്റിങ്ങുകൾ, നെപ്പോളിയൻ മൂന്നാമൻ്റെ ആഡംബര വസതികളിൽ ഉപയോഗിച്ചിരുന്ന ആൻറ്റിക് ഫർണിച്ചറുകൾ എന്നിവ ഉൾപ്പെടെ നിരവധി കലാസൃഷ്ടികളിലൂടെ സൂക്ഷിക്കുന്നുണ്ട്. 35,000-ൽ പരം അമൂല്യ വസ്തുക്കൾ മ്യൂസിയത്തിലുണ്ട്. പ്രതിദിനം 30,000 പേരാണ് മ്യൂസിയം സന്ദർശിക്കാറുള്ളത്. ഈ മ്യൂസിയത്തെക്കുറിച്ച് പലരും കേട്ടിട്ടുള്ളത് പോലും ലിയനാർഡോ ഡാവിഞ്ചിയുടെ മൊണാലിസ പെയിൻറ്റിങ്ങിൻ്റെ പേരിലായിരിക്കും. ആ മൊണാലിസ പെയിൻറ്റിംഗ് പോലും ഈ മ്യൂസിയത്തിൽ നിന്ന് മുൻപ് മോഷണം പോയിട്ടുണ്ട് എന്നതാണ് മറ്റൊരു വിരോധാഭാസം. ലോക പ്രശസ്തമായ ഈ പെയിൻറ്റിങ്ങാണ് ആ മ്യൂസിയത്തിലും ഏറ്റവും അധികം സുരക്ഷ നൽകിയിട്ടുള്ളത്. അത് മ്യൂസിയത്തിലെ സുരക്ഷാ ജീവനക്കാരൻ കൂടിയായ മോഷ്ടാവ് നിസ്സാരമായി എടുത്ത് തൻ്റെ കോട്ടിനുള്ളിൽ വെച്ചാണ് പുറത്തു കൊണ്ടുപോയതെന്ന്. 2 വർഷങ്ങൾക്ക് ശേഷം ഇറ്റലിയിൽ വെച്ച് അത് വിൽക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് പിടികൂടിയത് തന്നെ. അതിനുശേഷം 3 മോഷ്ടാക്കൾ ലൂവറിന്റെ 2ാം നിലയിൽ ചില്ലുകൾ തകർത്ത് ചാൾസ് 10ാമൻ രാജാവിന്റെ വജ്രം പതിപ്പിച്ച വാള് മോഷ്ടിച്ചിരുന്നു. ഫ്രാൻസിൽ മാത്രമല്ല പല യൂറോപ്യൻ രാജ്യങ്ങളിലും ഇപ്പോൾ മ്യൂസിയം കവർച്ച ഒരു സ്ഥിരം വാർത്തയാണ്. പല രാജ്യങ്ങളിൽ നിന്ന് അപഹരിച്ചതും അവരുടെ പൈതൃകവും എല്ലാം ചേർന്ന വസ്തുക്കൾ ഇത്ര എളുപ്പത്തിൽ മോഷ്ടാക്കൾക്ക് കവർന്നെടുക്കാം എന്ന തരത്തിലാണ് മ്യൂസിയത്തിലേക്ക് സുരക്ഷാ സംവിധാനങ്ങൾ എന്ന ആക്ഷേപമാണ് ലോകത്താകെ പോയിരുന്നത്.